സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി NCERTയുടെ പുതിയ മൊഡ്യൂൾ. ഇന്ത്യൻ ചരിത്രത്തിൽ വിഷം കലർത്തി കുഞ്ഞുമക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്ന NCERTയുടെ നീക്കമാണിത്. ഇന്ത്യൻ വിഭജനത്തിന് പിന്നിൽ കോൺഗ്രസ് എന്നാണ് NCERTയുടെ സ്പെഷ്യൽ മൊഡ്യൂളിൽ പറയുന്നത്. കോൺഗ്രസിന് പുറമെ മുഹമ്മദ് അലി ജിന്ന, മൗണ്ട് ബാറ്റൻ പ്രഭു തുടങ്ങിയവരും കുറ്റവാളികളാണെന്ന് പറയുന്നുണ്ട്. 6 തൊട്ട് 8ാം തരം വരെയുള്ള കുട്ടികളുടെ മൊഡ്യൂളിലാണ് ഇത്തരം മാറ്റം. 2014 BJP അധികാരത്തിൽ വന്നതിനു ശേഷം നിരന്തരമായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വളച്ചൊടിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ പുതിയ നീക്കവും ഇതിന്റെ ഭാഗമാണെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യ വിഭജനത്തിന്റെ കുറ്റവാളികൾ എന്ന അധ്യായത്തിലാണ് ഈ പരാമർശമുള്ളത്. 1947 ജവഹർലാൽ നെഹ്റു നടത്തിയ ഒരു പ്രസംഗത്തിന്റെ ഭാഗവും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിഭജനം അംഗീകരിക്കുകയോ അതല്ലെങ്കിൽ തുടർച്ചയായ സംഘർഷങ്ങളോ കുഴപ്പങ്ങളോ നേരിടുകയോ ചെയ്യേണ്ട ഒരു ഘട്ടത്തിൽ എത്തിയെന്ന് നെഹ്റു പറഞ്ഞതായാണ് അധ്യായത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. വിഭജനം മോശമാണ്. ഐക്യത്തിന്റെ വില എന്തു തന്നെയായാലും ആഭ്യന്തര യുദ്ധത്തിന്റെ വില അതിലും അനന്തരമായിരിക്കുമെന്ന് നെഹ്റു പറഞ്ഞതായും അധ്യായത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. നിലവിലുള്ള സാഹചര്യമാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 79ാം ആണ്ട് ഭാരതീയരുടെ സ്വാതന്ത്ര്യത്തിനുള്ള പോരാട്ടമാണ് ഇപ്പോൾ NCERT വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നത്.